Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So here we are back again with another trailer review. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം എന്താണെന്ന് പെട്ടെന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, come on guys. What is your most important memory? ഒരാളുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്മറി എന്താണ്? എന്താണ്? ജനിച്ച ദിവസം. ആണോ? അതാണോ ഒരാളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെമ്മറി? ഓക്കെ, എന്ത് സംഭവം? സൈഫൈ മൂവിയാണോ ഇത്? സ്കൈഫൈ എന്നാണോ സൈഫൈ എന്നാണോ? സൈഫൈ ആണെന്നോ നോക്കാം. നിനക്ക് ഫാന്റസിയിൽ ഒരു എടേ സൈബർ പങ്ക് ലുക്ക് പോലെ അല്ല, ഇതാ ഇവിടേക്ക് നാളെ വുൾവറിന്റെ ഒക്കെ ഇതും ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ, ഫുള്ളൊരു സൈബർ പങ്ക് സ്കൈലൈൻ പോലത്തെ പരിപാടി അല്ലേ? ഡ്രസ്സിങ്ങും മറ്റേ സൈഡെല്ലാം എടുത്തിട്ട് അതിനെന്താ പറയുന്നത്, പാൻറ്റോ അറിയോ? അതാ ഇത് തന്നെ പറഞ്ഞേ. ഇതാ പറഞ്ഞു ഇട്ടേ. ഈ അവാർഡിൽ എന്നൊരു സ്ത്രീ രൂപം വരുമോ അന്ന് മതി എനിക്ക് ഈ അംഗീകാരം. ഫെമിനിസ്റ്റുകൾക്കിട്ടാണല്ലോ മച്ചബി. ജഗദീഷ്, സുരേഷ് കൃഷ്ണ, ഇതെന്ത് എല്ലാവരുടെ ലുക്ക് കണ്ടോ എന്നുവെച്ചാ? പക്ഷെ പക്ക സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ക്രിഞ്ച് എലമെന്റ് അല്ല. സമയമില്ല ചേട്ടാ, എനിക്ക് പോയേ പറ്റൂ. ഇതാണ് മെത്തേഡ് ആക്ടിങ്. സെൽഫ് റോൾ ആണല്ലോ. ഹൗസ് കീപ്പർ, ഒരു ട്രിപ്പ് സോങ്, ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് ട്രിപ്പ് സോങ് ഉണ്ടാക്കിത്താ. സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ 2-3 സൂപ്പർ സ്റ്റാർസ് കണ്ടോ? ആ വിർച്വൽ സ്ക്രീനും എല്ലാരും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് VR പരിപാടികൾ തന്തേക്കാൾ മോശമാണ്. ഇത് ഒറിജിനൽ മെമ്മറി ആണെന്ന് എന്താ എത്ര ഉറപ്പ്? രജിഷ വിജയനാണ് നടി. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഐറ്റം സോങ് മാത്രമാണ്. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സെൻസേഷണൽ ആയ ഒരു കേസിൽ സൂപ്പർ സ്റ്റാറിനെതിരെ ലൈവ് തെളിവ് തന്ന ആളാണ്. വീട്ടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഞാൻ ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. കോസ്റ്റ്യൂം ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല, കിട്ടില്ല. സംശയാസ്പദമാണ്. Attention all units. This is a code red emergency. ഓക്കെ, സോംബി. ലോകത്ത് ആദ്യമായിട്ടല്ല അച്ഛനും അമ്മയുള്ളപ്പോൾ മക്കൾ മരിക്കുന്നത്. ഓക്കെ, തല്ലി കൊല്ലുവാണല്ലോ എന്നിട്ട്. മസ്തിഷ്കമാണ്. ഒരുപാട് സിനിമാക്കാരും മന്ത്രിമാരും മുൻകൂർ ജാമ്യത്തിന് അപ്ലൈ ചെയ്തിട്ട് സൈറ്റ് ഡൗൺ ആയി നമ്മുടെ വിൻഡോ ഓപ്പൺ ആകുന്നില്ല. താങ്ങിയിട്ടുണ്ടോ അവിടെ? അപ്പൊ മറ്റന്നാ പടം ഇറങ്ങും കേട്ടോ. ഓ, അത് ശരി, മറ്റന്നാ അപ്പൊ പടം ഇറങ്ങും. ഇത് ഇങ്ങനത്തെ ഈ സൈഫൈ മൂവിയാണെന്നൊന്നും എനിക്കറിയില്ല. ഐ തോട്ട് ജസ്റ്റ് ഒരു നോർമൽ മൂവി ആയിരിക്കും. കാരണം രജിഷ വിജയന്റെ സാധാരണ പടങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇറങ്ങി കണ്ടിട്ടുള്ളൂ. ആൻഡ് ഭയങ്കര ഹൈപ്പും ഒന്നും ഇല്ലാതെയല്ലേ മൂവി ഇറങ്ങുന്നത്. ആകെ പുള്ളിക്കാരിയുടെ ഈ ഒരു ഐറ്റം സോങ്ങിന്റെ ഈ ഒരു നമ്പറും കുറെ വിഷ്വൽസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ അറിയാമല്ലോ, അതിനകത്ത് എടുത്തിട്ട് കുറെ ഒരു അലക്കിന്നല്ലാതെ ഇതിന് ലൈക്ക് ഈ മൂവി ഇങ്ങനെ സൈഫൈ ആണെന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ദ വിഷ്വൽസ് ലുക്ക് റിയലി ഗുഡ്. കാരണം പിന്നെ ഇപ്പൊ ഈ സീ ഡാൻസ് പരിപാടികളൊക്കെ വരുന്നതുകൊണ്ട്, AI ടെക്നോളജീസ് പുതിയതെല്ലാം വരുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ ലോ ബഡ്ജറ്റിലും നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള വിഷ്വൽസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി കുറച്ചൊന്ന് ഈ ഒരു മേഖലയിൽ ലൈക്ക് എന്താണ് ഈ സൈഫൈ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ കുറച്ചൊന്ന് ഇതിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. CGI പരിപാടികളൊക്കെ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസാണ്. നമ്മുടെ ബഡ്ജറ്റിലൊന്നും അത് നിൽക്കുകയൊന്നുമില്ല. ബട്ട് നൗ ഇറ്റ്സ് ലൈക്ക് 1-2 സീൻസ് അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇതുപോലെ ഈ വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളും എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര എളുപ്പമാണ്. കാരണം AI ഉള്ളതുകൊണ്ട് AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ലൈക്ക് ഇതിൻ്റെ ഒന്നും 10-1 എക്സ്പെൻസ് പോലും ഇല്ലാതെ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന മൂവീസിനെല്ലാം ആ ഒരു ടെക്നോളജി ലൈക്ക് നമുക്ക് ആ ഒരു വിഷ്വലി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മൂവീസാണ്. ഇപ്പം ലോക, പിന്നെ അങ്ങനെയുള്ള മൂവീസ് എല്ലാം ഇപ്പോൾ ടെക്നിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് മൂവീസ് വരുന്നത്. ബിക്കോസ് ഇറ്റ്സ് ലെസ് എക്സ്പെൻസീവ്.
അത് ഇതിനകത്തും കാണാനുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദിറ്റ്സ് ഹൈ ബഡ്ജറ്റ് മൂവിയാണ്, ഇല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പോടെ ഇറങ്ങുന്ന മൂവിയാണ് എന്നൊന്നുമല്ല. കാരണം ഈ സൈഫൈ ഒക്കെ നേരത്തെ പറയുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. സൈഫൈ മൂവി ഇറങ്ങും ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് അതും ഇത് ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സട്ടിലായിട്ട് കൊണ്ടുവന്ന് ഇറക്കി അവരൊരു ഒരു ലൈക്ക് ഐ റിയലി ലൈക്ക് ഇറ്റ്. ആ കോസ്റ്റ്യൂം ചെയ്തേക്കുന്ന എവറി കോസ്റ്റ്യൂം, രജീഷ വിജയൻ ഇതിനകത്ത് ട്രെയിലറിനകത്ത് യൂസ് ചെയ്തേക്കുന്ന എവറി കോസ്റ്റ്യൂം ഇസ് റിയലി ഗുഡ്. സീരിയസ്ലി എല്ലാം നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരിക്ക് സൂട്ട് ചെയ്യുന്ന കോസ്റ്റ്യൂംസ്. എല്ലാവരും ഈ ക്രിഞ്ച് എലമെൻ്റ് ഒന്നുമില്ല. ഈ ഡബിൾ ബാരലിലേക്ക് പോലെ മറ്റേ ഭയങ്കര ഇതൊക്കെ കാണിച്ചിട്ട് ആ പരിപാടിയൊന്നുമില്ല. ഇതിനകത്ത് എല്ലാം നല്ല നല്ല ക്ലാസ് ആയിട്ട് ചെയ്തേക്കുന്നു. വെറൈറ്റി ആവും. എനിക്ക് തോന്നുന്നു ഇത് സട്ടിലായിട്ട് വന്നിട്ട് കയറി കത്തുന്ന ഒരു ടൈപ്പ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് ലൈക്ക് ഐ റിയലി ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ ഐ എം സർപ്രൈസ്ഡ്. ഓക്കെ, ഞാൻ ഇത് ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. സോ എന്തായാലും മറ്റന്നാൾ ഉറപ്പായിട്ട് മൂവി കാണും. ബിക്കോസ് എനിക്ക് ഈ ജോണറിൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പുതിയ ടെക്നോളജി എല്ലാം ഇവരെങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ള കഥയും കൂടെ ഉണ്ട്. ഒരു കോമഡി എലമെൻ്റ് കൂടെ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ പടം കത്തിക്കയറും. സോ ലെറ്റ് സീ. നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. സോ മറ്റന്നാണ് റിലീസ്. മറ്റന്നാൾ കണ്ടതിന് ശേഷം ഞാൻ മൂവി റിവ്യൂ ഇടും. നിങ്ങളുടെ അഭിപ്രായം ലൈക്ക് വാച്ച് ദ ട്രെയിലർ ഇസ് റിയലി ഗുഡ് ആക്ച്വലി. സോ വാച്ച് ഇറ്റ്. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.